ഇത് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. കടുത്ത ഓഫ് റോഡിലേക്ക് കേറി. ഏതാ പുഷ് ആക്ഷൻ? എന്ത് പറ്റി? ഓ കറക്റ്റ് ഫിറ്റാല ഒരു വണ്ടിക്ക്. അങ്ങണ്ടുമില്ല ഞങ്ങൾ നടക്കണേ. വണ്ടി ബാക്കിലാണ്. നല്ല കുത്തനെ കയറ്റാണ്. നല്ല കഥപ്പുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ചന്ദ്രേട്ടന്റെ ചായക്കട. വരൂ ചന്ദ്രേട്ടന്റെ ചായക്കടയിലേക്ക്. രണ്ട് വണ്ടികളും തമ്മിൽ കടുത്ത മത്സരം. ഇതാണ് ജസീം IBG, മലപ്പുറത്തിന്റെ രോമാഞ്ച ചഞ്ചുക പുരുഷൻ. കല്യാണം കഴിച്ചിട്ട് ചേട്ടാ സ്റ്റിൽ പ്രായമൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ റേഷൻ കടയ്ക്ക് വന്നാണ് അയാൾ. നീലക്കാടില്ല ആളെ ചോപ്പ് കട മണ്ണെണ്ണൊക്കെ കുപ്പി. രണ്ട് വണ്ടിക്കുള്ള ആള് ഒരു വണ്ടിയിലാണ്. ഇതിങ്ങനെ പോയ വയനാട് പോയി എന്തോ പഠിച്ചോ. ചൊറുക്കുള്ള രായിങ്കാക്കല്ല. ഏത് കാക്കയാണ്? രായിനാജി. ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. ആംസ് ഫിറ്റ് ജിമ്മ് വർക്കിംഗ് ആട്ടാ. ഞങ്ങൾ കയറിയിട്ടില്ല. ട്രിപ്പ് കമ്മിറ്റി അപ്രൂവൽ ട്രിപ്പിന്റെ മൂന്നാം ഭാഗം. കാക്ക ചൂടിലാണ്. 6 മണി പറഞ്ഞിരുന്നു. 6 മണി 5:30 പറഞ്ഞത്. 5:30 ഞാനാ ഫസ്റ്റ് എത്തിയത്. 6 മണിക്ക് ഇയാള് സെക്കൻഡ് എത്തിയാണ് ചൂടാവാൻ പാടില്ല. 6 മണിക്ക് എത്താൻ പറഞ്ഞ 6 മണിക്ക് എത്തിയ പോലെ. ഇയാളെന്നും കട്ട പോസ്റ്റാണ്. 6:30 മണി. ഞാൻ ഇന്നലെ രാത്രി ഇയാളെ പേരെ സോകമാട അടിച്ചിട്ട് ചെങ്കട്ടിക്ക് പോയി. ഏത് ഈ കൂമൻ മറ്റിൽ വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ ചേമ്പിലാണ്. ഇയാളാണ് പ്രശ്നക്കാരൻ. 6:30 മണി. ഇനി മർജാൻ അവിടെ പേഴ്സണൽ ട്രെയിനിങ് എടുത്തോണ്ട് നിൽക്കാണ്. വരുന്നുണ്ട്. എല്ലാം ഞാൻ കാണുന്നുണ്ട്. മർജാൻ രാവിലെ പീട്ടി കായൊക്കെ ഉണ്ടാക്കി. നമ്മള് ശശി കുറച്ചുകൂടെ 4x4 ആട്ടാ. ഇന്ന് വയനാട് കാണും. വയനാട് ചെമ്പ്ര പീക്ക്. ആരാ? എന്തൊരു ധൃതി. കാക്ക ഫുൾ ചൂടാ രാവിലെ തന്നെ കേട്ടാ. എന്താവും അറിയില്ല. ചൂടാവല്ലേന്ന്. നേരത്തെ പങ്ക്ച്വാലിറ്റി കൊണ്ട് പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞിട്ടാണ്. അതന്നെയാണ്. കറക്റ്റ് 5 മണിക്ക് ഇവിടെ നിസ്കരിച്ചാണ്ട് വന്നിരുന്നു. പഴയ ആളല്ല. അതാ വരുന്നു മലപ്പുറം IBG ഗ്രൂപ്പിന്റെ മുത്തുമണി. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഏത് നമ്പർ 1 ജസീമിന് സ്വന്തം. അത് തൊപ്പിയൊക്കെ ഇട്ടിട്ടാ. അത് നടുവിലൊക്കെ നിർത്തിക്കണ്. അതിന്റെ മോനെ ലുക്ക് സാധനം ഒരു രക്ഷയില്ലാത്ത ലുക്ക്. ഒരു പ്രശ്നമില്ല. ഞാൻ ബസ്സല്ല ലോറിക്ക് തുറന്നാണ് ഞാൻ ഒരു വീട്ടിൽ ഇപ്പൊ ഇറങ്ങാം. ഫുഡ് വെറുതെ പറഞ്ഞ വീഡിയോ കോള് അല്ല. ആര് ഫുഡ് വെറുതെ അറിയില്ല. ഓർക്ക് പറയല 6 മണി 6 മണി നേരം ഉണ്ടെന്ന്. ഇതിങ്ങനെ ഓർക്ക് വേറെ നേരം. ഞാൻ വിളിച്ചപ്പോ തെറിയിക്കാരം ഇവിടെ. ഖലീഫ വന്നിട്ടില്ല. കാക്കറങ്ങി പോണ്ട്. പ്രോട്ടീൻ കൊണ്ടുവരുന്നത് നിങ്ങള്. എനിക്ക് 6 മണി പറഞ്ഞ പിന്നെ 6 മണിയല്ലേ. ഓർക്ക് വേറെ നേരം. നമ്മുടെ ഓരോ ഇങ്ങനെ കാത്തുത്തിരിക്കുക. ഈ പരിപാടി ഞാൻ പിന്നെ കിട്ടില്ല. പങ്ക്ച്വാലിറ്റി ഉണ്ടല്ലോ. ഒരു 6 മണി പിന്നെ എന്തിനാ 6 മണി തോന്നിയ നേരത്താണ് പോയാൽ മതി. ഖലീഫ ഇതുവരെ എത്തിയിട്ടില്ല. കഴിച്ചു മുഗൾ റെസ്റ്റോറന്റ് എഡ്രിക്കോട്. ചായ അടിച്ചാൽ മതി എത്തിയേട്ടാ. ആക്കനെ തണുപ്പിച്ചാൽ ചൂടാവണേ. തണുത്ത ചായ. നിങ്ങളെ മറ്റുള്ള ടീഷർട്ട് ഇട്ടിട്ടൊന്നും സംഗതി നടക്കൂല. പേര് കടയിൽ എന്ത് സാധനം എന്താ പറയില്ല. അൺബോക്സിംഗ് ഉപ്പുമാവോ? ഒരു മിനിറ്റ് കേട്ടോ. പൊളിയാ. ഇയാള് സാധനം എന്താന്ന് കാണാൻ അതാണ്ടല്ലോ. പയമ്പൂരി ഇങ്ങോട്ടാണ്. ഇത് ചൂടില്ലല്ലോ.
എത്ത് 3 മുട്ട 6 മുട്ട. കിടന്നു. നമ്മുടെ കഥാനായകൻ ഇതാ വരികയാണ്. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ മുട്ട തൊടായിക്കൂല. മുട്ടമ തൊട്ടുള്ള ഒരു കളി ഇവിടെ അനുവദനീയമല്ല. അതെ ഖലീഫ കട്ട വരൂട്ടാ. ഡിമാൻഡ് കാട്ടിക്ക. പൊറാട്ടയും കഴിക്കണം. ലേസീച്ചർ ഒരു പൊറോട്ട അതിനല്ല ലേസം. ഒരു പൊറോട്ട ഓക്കെ. ഞാൻ ഒരു ചായ കുടിച്ചാണ്. എന്താണ് ഉണ്ടായിക്കോട്ടെ. ആ പാവം നവാസിനെ ഡ്രൈവറാക്കി കണ്ടില്ലേ? രണ്ട് വണ്ടികളും തമ്മിൽ കടുത്ത മത്സരം. പറയും വാണിംഗ് സിഗ്നൽ എടുത്തിട്ടോ. വാണിംഗ് സിഗ്നല് നല്ല. ഞങ്ങൾ ട്രെയിനർ അങ്ങനെയാണ്. ഇല്ല, ഭയങ്കര സാമൂഹിക ആ ഒരു പ്രതിബദ്ധത ഉള്ള ഒരു മനുഷ്യനാണ്. മിസ്റ്റർ വേറൊക്കെ നോക്കാം. ഭാഷ മാത്രം ഒരു പൊടിക്ക് കിട്ടൂല. ഓൽക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെ അറിയില്ല. ഇംഗ്ലീഷ് തര സാധനം ഉണ്ടല്ലോ, അത് ഇംഗ്ലീഷാന്ന് അറിയട്ടെ. അയാസ് അഹമ്മദ് ഫ്രം ചൈന. ചൈനയിൽ രാവിലെ തന്നെ വിളിച്ചാണ്. പക്ഷേ ട്രാൻസ്ലേഷനിലോട്ട് കുഴപ്പമില്ല. ചെക്കന്മാരുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ചന്ദ്രേട്ടന്റെ ചായക്കട. ചന്ദ്രേട്ടന്റെ ചായക്കട. വരൂ ചന്ദ്രേട്ടന്റെ ചായക്കടയിലേക്ക് വരും. കോണാട്ടോ ഒന്ന് മാറിക്കൊടു. ഞങ്ങൾ ആ വണ്ടി നിർക്കട്ടെ. ഇതാണ് ജസീം IBG, മലപ്പുറത്തിന്റെ രോമാഞ്ച ചഞ്ചുക പുരുഷൻ. കല്യാണം കഴിച്ചിട്ട് ചേട്ടാ. സ്റ്റിൽ ലുക്കിംഗ് ഫോർ എ ബൂട്ട്. നിങ്ങൾ പറയും സ്റ്റിൽ ലുക്കിംഗ്. കുറച്ച് പക്വതയും പ്രായമൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ എന്താ വെച്ചാൽ എല്ലാ എക്സ്പീരിയൻസ് ഉള്ള പെണ്ണുങ്ങൾ വളരെ 30 വയസ്സെങ്കിലും വേണം പെണ്ണിന്. പിന്നെ ഒരു 4 കല്യാണം കഴിഞ്ഞാണെങ്കിൽ അടിപൊളി. എന്നോട് കാക്കാന്റെ ചെഞ്ചുണ്ടിൽ അയച്ചെന്ന് പറഞ്ഞ ആളാണ്. ഓന്റെ വീഡിയോ എടുത്തപ്പോള് പിന്നെ എറണാകുളം സൈഡിൽ നിന്നാണെങ്കിൽ ഞങ്ങൾക്ക് സിറ്റി വേണം. സിറ്റി മെട്രോ സിറ്റി ആണ് ഞങ്ങൾ ഇതാക്കണത്. തിരക്കാണ് സാറില്ല. ഒരു ലംബോർഗിനിയോ ലാംബോർഗിനി ഉണ്ടെങ്കിൽ കല്യാണം നോക്കുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. ബാക്കി കണ്ടീഷൻ ജസീം IBG നമ്പർ 1. എല്ലാ വണ്ടികളും മലപ്പുറത്തുള്ളത് IBGയുടെ അണ്ടറിലായിരിക്കും. ഇതാണ് ചന്ദ്രേട്ടന്റെ ആ ഒരു വൈബ്, ഈ നടത്തം. ഒരു കാട്ടുകൂടിയൊക്കെ പോണ ഫീലിംഗ് ആണ്. പണ്ട് വന്നപ്പോഴേ പാർക്കിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ പാർക്കിങ്ങിന് സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വൻ സെറ്റപ്പായിട്ടാണ് പാർക്കിംഗ്, സെക്യൂരിറ്റി വരെ. ഫുൾ വണ്ടിയാണ്. നേരെ എത്ര 8 മണി 8:30 ആയിട്ടുള്ളൂ. നോക്കി നിങ്ങൾ. ചെറിയൊരു കടയാണ്. ആണ് ചന്ദ്രേട്ടൻ്റെ ചായക്കട. ഓയ് തിരികൊളി ഇരുട്ടാട്ടാ. ഇന്നും തന്നെയുള്ള മല്ലന്മാരുടെ ഇടയിൽ കുടുങ്ങിയ മല്ലൻ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഡയറ്റ് ഏതല്ലേ? രാവിലെ 2 പക്ഷെ 34 വയസ്സ് അടുത്ത ദിനാവും. ജനുവരി 2-ാം തീയതി 34 ആവും. പ്രശ്നമില്ലാത്ത ആരെയും ഉണ്ടെങ്കിൽ ജനുവരി 2 വന്നാൽ 34, വന്നില്ലെങ്കിൽ 36 ആവും. ചക്കപ്പുഴുക്ക് സ്റ്റാർട്ടർ ഒരു സംഭവം സാധനട്ടാ. പ്രോട്ടീൻ റിച്ച് സാധനട്ടാ ചക്കപ്പുഴുക്ക്. പ്രോട്ടീൻ റിച്ച് എന്നല്ല. ഇത് വേണ്ട, ഈ പ്ലേറ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഈ പ്ലേറ്റ് ഉണ്ടോ? ഒരു പ്ലേറ്റ് ഉണ്ടോ? ആയിക്കോട്ടെ. ഓക്കെ, ഞങ്ങളിന്ന് വീലൂരിനെ ഊരിക്കളി. എന്താ മോനെ. ഓ മീൻകറി, ചക്കപ്പുഴുക്ക് മീൻകറി, അതാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ. ഫ്ലാഷ് ലൈറ്റ് അടിച്ചോണ്ട് നല്ല നാളെ കേട്ടോ. മീൻകറി എന്താണ് ഇതിന്റെ പേര്?
ചക്കപ്പുഴുക്ക് ചക്കപ്പുഴി എനിക്കുണ്ടോ കാക്കായി സോണ്ടായിട്ട് കക്കടായിട്ട് നല്ല സാധനമല്ല ചക്ക എന്നാണ്. പൊരിച്ച പത്തിരി പുട്ട് എന്തുട്ടാ രാഗിയോ രാഗിപ്പുട്ട് പൊരിച്ചത്തിരിയോ ഓ പൊരിച്ചത്തിരി രാഗിപ്പുട്ട് എന്തൊരു സാധനം വലിയ ചെമ്പല്ലി മോനെ ഫ്ലാഷ് ലൈറ്റ് ചേട്ടാ ഒരു കട്ടൻ ചായ മധുരടാ ഒന്നുകൂടി എത്താ അത് ലേറ്റ് എത്തിയില്ലായിരുന്നു നേരത്തെ ആണ് കൈപ്പത്തിരി കൈപ്പത്തിരി ആ ഒന്ന് ചോളി ഇവിടെ ഒന്നും ചോദിക്കേണ്ട ആളാണ് പോലെ ആ മീൻ ഒന്നും കൂടി ഇന്നലെ ഇപ്പം ക്യാമറ കത്തണില്ല ഒന്നും കാട്ടണ്ടല്ലോ ഇതെന്താ എന്തൊക്കെയാണ് മീനാ ഒരു ചെമ്പലി എടുത്ത് ഇപ്പൊ 2 പീസ് കേദർ അഞ്ഞൂറ് കേദറുണ്ട് കേദറല്ല ഇപ്പൊ 3 കേദറായി ഉള്ളുന്നാൻ പാടില്ല ഷുഗർ ഉണ്ടോ പൊട്ടീന് മറ്റല്ലേ ആ വെള്ളപ്പത്തി എന്താണ് ഒന്നും വിഷയമില്ല ഞങ്ങൾ എന്ത് പണി പറഞ്ഞു ഞങ്ങൾ വൈബ് കിട്ടാൻ വേണ്ടിട്ടേ ഒരു വണ്ടി ഇവിടെ നിർത്തുകയാണ് രണ്ട് വണ്ടിക്കുള്ള ആള് നല്ല പക്ഷെ രസം കിട്ടുന്നില്ല നിങ്ങൾ പള്ളറച്ച് തിന്നിട്ടാണ് പുഴുക്കന്നെയാണ് രസം കൈപ്പത്തിരി ഇപ്പൊ കൈകൊണ്ടാണോ ഉണ്ടാക്കണ അറിയില്ല ആള് കൂടി രസം പണ്ടൊക്കെ കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കൂട്ടുകാരാണ് ശ്രദ്ധിക്കണേ. എന്താ ഇതൊരു ഒരു കവർ തരാം റേഷൻ കടയ്ക്ക് വന്നാണ് അയാൾ നീലക്കാടില്ല ആളെ ചുവപ്പ് കട ഡിക്കിൽ വെക്കി പ്രോട്ടീൻ മണ്ണെണ്ണക്ക് മണ്ണെണ്ണക്ക് കുപ്പി പ്രോട്ടീൻ ഷേക്ക് റേഷൻ കാർഡ് വന്നാണല്ലോ റേഷൻ പിടി പോയി എത്ര ആളാണ് ഫോർച്യൂണറില് നമ്മൾ 8 ആള് എട്ടാണല്ലോ നടുവില് നിങ്ങള് റോക്കറ്റ് പോണ മാതിരി പോയിട്ട് മെല്ലെ റോക്കറ്റ് എങ്ങനെ ഉണ്ടാവും ഈ വാതിൽ അടഞ്ഞിങ്ങനെ നോക്കി 2 വണ്ടിക്കുള്ള ആള് ഒരു വണ്ടിയിലാണ് സഞ്ചി പൈസ സഞ്ചി ഉണ്ട് പൈസ ഇത് ജസീമിന്റെ പൈസ സഞ്ചി കേട്ടാ അതാണ് ഞാൻ ഇതിങ്ങനെ പോയ വയനാട് പോയി എന്തോ പഠിച്ചോ എട്ടക്കടക്ക് ചാർജ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചാർജ് കയറ്റി പാട്ടുണ്ട് ഇങ്ങോട്ട് കേക്കണില്ലല്ലോ നൗസിക പാട്ട് പാടിയാലേ ആസ്ഥാന പാട്ടുകാരെ വേണം മെയിൻ ഗായകൻ ഗന്ധർവൻ ബാക്കിലാണ് ജസീമിന്റെ കല്യാണം നടക്കൂല ഇപ്പം അതിനെ പിടിക്കാൻ വന്നാണ് എന്നാ ഞാൻ ഓഫാക്കാം ഓഫാക്കാം ഞാൻ പറഞ്ഞു ഇത് ഓണാക്കിയ പീക്ക് പാട്ട് നിർത്തണേ ചതിയല്ലത് പഞ്ചന പറഞ്ഞാൽ 5 വക്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓന്റെ ഇപ്പത്തെ സ്വഭാവം പുറലോകം അറിഞ്ഞാൽ അത് മനക്കേടുണ്ട്. അതുകൊണ്ട് അത് ഓഫാക്കി. അത് ഭയങ്കര ക്ലിക്കായിട്ട് ആ സംസുഖാര് പറഞ്ഞല്ലേ മോദകം മോദകം ആ ലോബിയൻ ഡയറ്റ് പൊട്ടി തങ്ങളെ വിളിച്ചാ ദഹിക്കാൻ വേണ്ടിട്ട് അയമോദകം നിന്ന് എന്നാലും അടുത്ത സ്പോട്ട് നിർത്താൻ പറ്റുള്ളൂ. ഇയാളിത് ഫോൺ വിളിച്ചാൽ വന്നതാ എന്താ അത് ഒരു ജ്യൂസ് കുടിക്കണം എന്നുള്ള ചർച്ച ഇട്ടിട്ടുണ്ട്. 2 അഭിപ്രായത്തിലാണ് നാരങ്ങ സോഡ ജ്യൂസ്. പിന്നെ അഭിപ്രായത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യണമെന്നറിയില്ല. എവിടെ പോണെങ്കിലും ജ്യൂസ് ജ്യൂസോ ആ പിന്നെ ജ്യൂസാണ് ആക്കട്ടെ റബ്ബേ ചങ്ങ എന്ത് തീറ്റ് തിന്നു നിങ്ങള് ജ്യൂസ് ഇല്ലാതെ കളിയില്ല. എന്നാ മലന്റെ ചോരാണ് കേറിക്കോട്ടെ ചോരാണ് കേറിക്കോട്ടെ ചുരത്തിന്റെ ഇതെന്താ ചോരത്തിന്റെ ചോട്ടിന്ന് കുടിച്ചിട്ടുണ്ടെങ്കിലേ ഛർദിക്കും ചുരം കേറി നമുക്ക് വേറെ കുടിച്ചൂടെ ഛർദിച്ചാ പിന്നെയും കുടിക്കാറല്ലേ ഛർദിച്ച നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് പോരും അപ്പൊ വീണ്ടും കഴിക്കാം. ദീപന്മാരെ കൊടുത്ത് അത് വേറെ കുടിക്കാം.
കാക്കാക്ക് ഒരു വണ്ടി വിടുക. ജ്യൂസ് വേണം മധുര ആ കാക്കാക്കല്ല, ആ മറ്റേ നമ്മളെ നൗഷിക. ഓറഞ്ച് ഞങ്ങളുടെ ട്രിപ്പിൽ ഒരു വീക്ക്നെസ് ആണ് അല്ലേ? ഓറഞ്ച് എവിടെ കണ്ടത് നിർബന്ധം. ഇളനീന ഇലക്ട്രോളൈറ്റ് എന്താ വില? ഇറങ്ങണതിനാ ഇറങ്ങണം. ഞാൻ ജയിലിലൊക്കെ നോക്കില്ല. ഇറങ്ങേണ്ടി വരും. കാക്ക പറയുന്നു മധുരമില്ലാന്ന്. മധുരം തീരെ നെഹി ഹേ. കരിക്കും ഇളനീരും തമ്മിൽ എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? അത് മനസ്സിലാവും. മധുരം ഉണ്ടാവില്ല. ഞാൻ വായ്മന പറഞ്ഞല്ലേ. എനിക്ക് മധുരമുള്ള അതിന്റെ ഉള്ളു നോക്കിയിട്ട് ഫുള്ള് പറഞ്ഞു. പുറം നോക്കിയിട്ട് ഉള്ളു പറയും. മധുരം ഉണ്ടോ ഇല്ലേ? ഞാൻ കണ്ടിട്ട് പറഞ്ഞു. എനിക്കായില്ല. എന്ത് കണ്ടിട്ട്? സാധനം കാണാൻ പറ്റും. പാമ്പില്ലേ? വെള്ളം ഇഷ്ടം പോലെ. വള്ളം സ്ട്രോ വേണ്ട. നോക്കണല്ലോ മധുരം ഉണ്ട്. ഇയാൾ പറഞ്ഞത് ശരിയാണോ? പറഞ്ഞത് ശരിയാട്ടാ. എന്തെങ്കിലും വിചാരിച്ച് അങ്ങനത്തെ കാമ്പ് എനിക്ക് പൗതി തരണ. ഞങ്ങളെ വള്ളം പൗതി കുടിച്ച് സഹായിച്ചിരിക്കണം. ഉണ്ടായിരുന്നു. തിന്നേ ഫുള്ള് തിന്നണട്ടാ. ഓ ഓ കഴിഞ്ഞു. അതിന്റെ ഇവിടെ ഇളനീനും ഇവിടെ തേങ്ങ വെക്കണം. എന്താ കാരണം? സ്നേഹത്തിന്റെ എങ്ങനെയാണ്? അങ്ങ് പൊക്രാനിലെ കോഴികൾക്ക് കോഴി വസന്തയോ, ഇതിൽ തേങ്ങ വെക്കണോ? സ്നേഹത്തിന്റെ തെങ്ങുകളിൽ മണ്ടരിയോ. ആദ്യം തെങ്ങ ഉണ്ടായത് തേങ്ങ ഉണ്ടായത് അതും കറിയില്ല. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ ഗോപുരം എത്ര തൊടുകണ്ടു. ഗോപുരം ഉണ്ടാവില്ല. തൊടുക കണ്ടു. ഒന്നാണ്ട് ആടി കൊടുക്കി. ഒന്നൊന്ന് ചന്തി മാറ്റി കൊടുക്കി. ആ ചിത്ത് നീങ്ങണ മാരെ നീ കൊടുക്കും. മഞ്ഞണ്ടി വരുമ്പോ അങ്ങനെയാണ്. പൊട്ടോ നിങ്ങളെങ്ങനെ വരുന്ന നിസാനോ? ടയർ പൊട്ടിയോ? വെറുതെ പേടിപ്പിച്ച. കാക്കങ്ങൾക്ക് അരി നോക്കിയാ പോലെ പഞ്ചാര നോക്കേണ്ട ആവശ്യമില്ല. അത് പഞ്ചായത്ത് നോക്കണ്ടേ? അല്ലോ അടഞ്ഞില്ല. जो तेरे हाल है वो मेरे हाल है, ताल से ताल मिला, ओ ताल से ताल मिला, ताल से ताल ചൊല്ലുമ്പോ ഫോം വെക്കണം. ഫുൾ ടൈം ഫോം. ടണ്ണല്ലേ കൊടുത്തോളാം. ഓറഞ്ച് പൊട്ടിച്ചു. ഓറഞ്ചിന്റെ ഇൻചാർജ് കാക്കാണ്. ചങ്ങ ഇത്ര കയ്യിൽ എന്ത് ഇവിടെ കൈ നീളണ്ടേ? ഇത്ര നീളുള്ളൂ. അടുത്തൂല. ഓറഞ്ച് ഫുള്ള് പാടി. அந்த மதுரைக்கு போகாதடி அந்த மல்லிப்பூ வச்சிருக்கு, அந்த மஞ்சாவூர் போகாதடி തൂത്തുക്കുടി പൊന്ന് കപ്പലിലെ കുത്തുന്ന അസറുദേ അസറുദേ പക്കമ അസറുദേ അസറുദേ പക്കമ. ഇപ്പൊ സീറ്റിംഗ് ലെവലായി. ഖലീഫ കുത്തർന്ന് തല കുത്തന്നിരുന്നു. യൂട്യൂബ് മുഖാമുഖാണ്. ഖലീഫാന്റെ കഥാപ്രസംഗം ഉടൻ ആരംഭിക്കുന്ന ഖലീഫ ഷുഗർ ഫ്രീ ഓവർലോഡിന് എത്ര വരുന്നുള്ളൂ? പരാജയൊന്നുമില്ല ഇതിന്. ഇങ്ങനെ കൊണ്ടായാ മതി. ഞാനും എന്റെ ആളും 45 ആളും 5 കൂടി പൂമരം കൊണ്ട് 40 കപ്പലുണ്ടാക്കി. ഞാനും എന്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ പ്രവാചകനിൽ ചരാചര രക്ഷകൻ ഒരേ ഒരു മഹാൻ മാത്രം ആകെ വന്നല്ലോ റബ്ബിൻ ദൂതൻ. പാടുകയായി
വന്നല്ലോ റബ്ബൻ ദൂതൻ. റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ. വാൽനട്ട് ബേക്സ് എന്നാണ് വാൽനട്ട് ബേക്സ്. ഈ വണ്ടി ഞാൻ പറയാൻ മറന്നിട്ടാ. ഇത് നമ്മളന്ന് നോർത്ത് ഇന്ത്യ ട്രിപ്പിൽ ഇവിടുന്ന് എടുത്ത വണ്ടിയാണ്. മണാലിന്ന് എന്നാൽ മറ്റേ വള്ളത്തിൽ ബോട്ടൊക്കെ കഴിഞ്ഞ് കച്ചവടമാക്കിയ വണ്ടിയാണ്. കച്ചവട വണ്ടിയാണ്. തങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ വാൽനട്ട് ബേക്സ് എന്താണ്? ആ എനിക്കുണ്ട്. കഴിഞ്ഞിട്ട് പോരാ അക്കാ ക്രീം തന്നെ വേണ്ട. എന്താ പ്രശ്നം? എന്താ 11 മണിക്ക് കാക്ക പ്രോട്ടീൻ. രായിനാജി കഞ്ഞുടിച്ചാണല്ലോ. ഇത് നോക്കി നിങ്ങള് കവറില് പ്രോട്ടീനും കുടിച്ചാണേ. ഇങ്ങനൊക്കെ ആയാലാണ് നമുക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാണ് പൊതുശാസ്ത്രം. നമ്മൾ ക്രീം തന്നെ ഈ ബസ്സിന് ഡെഡിക്കേഷൻ. അത് കാക്ക ക്രീമൻ. അതാ നിറഞ്ഞു നിൽക്കുന്നത് ക്രീമൻ. എവിടെ ബട്ടർ വന്ന ദിസ് ഈസ് ക്രീമൻ, നോട്ട് ബട്ടർ ബൻ. മൊറൂല വാൽനട്ടിലെ ക്രീമൻ മിൽക്ക് ബൺ അതാ. ചൂടാക്കിയ രസമുണ്ട്. ചൂടാക്കിയതുകൊണ്ടേ മറ്റേ ടീമൊക്കെ കൊടുക്ക് പോയി. ഹൈ പ്രോട്ടീൻ. കോഫി ഉണ്ട്. കോഫിയുടെ കോഫി സിംഗിൾ ബന്നാണ് ഞാൻ മുറിച്ചത്. എന്താ പ്രശ്നം? ഇട്ടിട്ടില്ല അത്. അപ്പൊ ഞാൻ അപ്പൂപ്പരനാണ് ഇടാറ്. അഞ്ചാറാണോ? ഷുഗറാണ് അല്ലെങ്കിൽ പലചരക്കടല്ലോ. അടിച്ചണോ? അല്ല അടിച്ചാലുള്ള വടിയല്ലല്ലേ, ഈ വടിയാണല്ലേ. അടിച്ചാൽ മടിയിട്ട് വടി എടുത്താൽ. നിങ്ങൾ കുറച്ച് VIP ആള് പോലെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ ഇവിടെ വന്ന് കാണും. കാക്ക പറഞ്ഞു ക്രീം കഴിച്ചാൽ കലോറി കൂടുമ്പോഴേക്കോ. ഡോണ്ട് ഗോ ഫോർ ദാറ്റ് വൺ. ഗോ ഫോർ ഡയറ്റ്. കൊട്ടാടോ ഏതാ? ഡോപ്പിയോ. ഡോപ്പിയോ. ഡോപ്പിയോ മീൻസ് ഡബിൾ ഷോട്ട് എക്സ്പ്രസ്. ശരിക്കും ഡോപ്പിയോ. ഓ ക്രീമനും ഡോപ്പിയോ നല്ല കോമ്പിനേഷനാണ്. അറബിക്ക. ഓ പീക്കുവിന്റെ മാരക ഫോട്ടോഗ്രാഫി. ഫോണ് തല കുത്തനെ ഇരുന്ന് സ്ക്വാട്ടൊക്കെ അടിച്ചിട്ട് ചൊറുക്കുള്ള രായിങ്കാക്കല്ല. ഏത് കാക്കയാണ്? രായിനാജി. മറ്റേ അങ്ങനെ വാൽനട്ടിന് ഇറങ്ങി. രണ്ടാമത് റീഅറേഞ്ച്മെന്റ് ഓഫ് ദ സീറ്റ്. ബാക്കിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കണ്ടില്ല കാപ്പിയെ കുടിച്ചപ്പോത്തിന്. ഇതാണ് ഒരുമയുണ്ടെങ്കിലും ഒലക്കപ്പുറത്തും കിടക്കാന്ന് പറഞ്ഞു. ഫോർച്യൂണറിൽ ഇത്ര ആള് എങ്ങനെ പോണ്? ഇത്ര കിലോമീറ്റർ. ചെമ്പ്രാപ്പിക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. പണ്ട് ഒരു പൊട്ടിയ ഭാഗങ്ങളുണ്ട് ഇവിടെ കുറെ. അവിടെ പണി നടക്കുന്നുണ്ട്. കൈ തരാൻ കൈയില്ല, 2 കൈ കൂടി കിടക്കണം. അതുകൊണ്ടാണ് ആകെ പണി നടക്കുമല്ലോ. ഇപ്പൊ വീതിയൊക്കെ കൂടി റോഡ് ആള് പോയിട്ടോ. നമ്മളെ റൂട്ട് ഒന്ന് പയച്ചു. ചെമ്പ്ര പീക്കിലേക്കുള്ളത് ഗൂഗിൾ മാപ്പ് സതിച്ച് നമ്മളെ കൊണ്ടുപോയത് 900 കണ്ടിയിലേക്കാണ്. എന്തായാലും എത്ര എടുത്താ? ഓ സോറി, ഓഫ് റോഡ് സ്റ്റാർട്ടിങ്. ഓഫ് റോഡ് ഗൈസ്, നമ്മൾ ഓഫ് റോഡ് തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിയില്ലേ? തുടങ്ങിക്കണിട്ട്. അതിന്റെ ഒരു ചാഞ്ചാടി ആടിയുള്ള പോക്കാണിത്.
എന്റെ കാലവളം കെട്ടി വരുവാണോ നീയാണ്? കാക്ക മടിയിലുമാണല്ലോ, പ്രശ്നമാവുമല്ലോ മൊത്തം. കാട്ടുകളിലൂടെ ഓ മൈ ഗോഡ് ഓഫ് റോഡ് സ്റ്റാർട്ട് ആയിട്ടില്ല കേട്ടാ. ഇപ്പൊ ഒരു ഇന്റർലോക്ക് ഇട്ട റോഡാണ്, ഫുൾ കാട്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. അപ്പൊ ഇനി ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാരാ വിമാനം? വിമാനം എടുക്കി. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, കടുത്ത ഓഫ് റോഡിലേക്ക്. അതാ കാക്കയും മർജാനും. ഓ മൈ ഗോഡ്, റണ്ണിങ് കോമ്പറ്റീഷൻ. ഓരോട് ആ ഫോണിലൊന്നും എടുക്കാൻ പറഞ്ഞൂടെ? അല്ല, ഓലെ ഫോൺ എടുത്താൽ മതിയല്ലോ, ആപ്പ് ചെയ്യാലോ. മുന്നിൽ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ മതി. തല മുട്ടുണ്ട്. ആട്ടിയെടുക്കുന്ന ചങ്ങൾ ഇതാ ഇവിടെയുണ്ട്. തലമുട്ടി എന്ത് പറ്റി? എന്ത് പറ്റി? വലിയ കാര്യത്തിൽ ഇറങ്ങി മണ്ടിന്നല്ല. ഒരു കുഴപ്പമില്ല, നല്ല രസമുണ്ട്. എന്ത് രസമുണ്ട്. ആ ബീപ്പൊന്ന് വിട്ടാള്. കാക്കക്ക് നീ കൊടുക്കി. നിങ്ങൾ ട്രക്കിങ്ങിനല്ലേ? ബാക്ക് കിടി കാക്ക. ഈ സീറ്റ് ബാക്ക് കിടി. സീറ്റ് ബാക്ക് കിടി. ആ ബാക്ക് കിടി. അല്ല ബാക്ക് കിടി. എന്തൊരു ഒത്തൊരുമ നോക്കൂ. ഇവിടെ രണ്ട് കാക്കയും ഒരുമിച്ച്. കാക്ക ഗീർമലൊക്കെ ഇരിക്കണോ? ഒറ്റ ഗീറിട്ടാ പോരാന്ന്. അടി തട്ടാൻ സാധ്യതയുള്ള ഏരിയ ആയതിനാൽ വെയിറ്റ് ഉള്ള ആളുകളൊക്കെ ഇറങ്ങി പറഞ്ഞു കൊടുക്കുകയാണ്. ഓ ഇല്ലല്ലോ, അടിയും തട്ടില്ലല്ലോ. അത് തങ്ങൾ നമ്മളെ പറ്റിച്ചതാണോ സംശയമുണ്ട്. ചങ്ങായി ഇപ്പം ഞങ്ങൾ നടക്കണം. ചെറിയ ആൾക്കാർ അന്ത അവിടെ നിന്ന് കയറിയതേന്ന്. കമോൺ 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 ബഡീസ്. ഓ കറക്റ്റ് ഫിറ്റാല ഒരു വണ്ടിക്ക്. ശരി, നിങ്ങളുടെ ഫ്രെയിമിൽ എന്നത് കാണൂ. കറക്റ്റാ, അങ്ങണ്ടുമില്ല. അയ്യോ, കമോൺ. ഞങ്ങൾ നടക്കണേ. വണ്ടി ബാക്കിലാണ്. നല്ല കുത്തനെ കയറ്റാണ്. നല്ല കതപ്പുണ്ട്. ഈ കവറിപ്പോൾ തിന്നതൊക്കെ തീരും. സ്റ്റോപ്പ്. ഹലോ, അവിടെ ചെറിയൊരു തിരിച്ചില്. കയറി. ഏതാ പുഷ് ആക്ഷൻ മുതല്. ഓഫ് റോഡ് സ്റ്റിൽ പ്രോഗ്രസിങ് ആട്ടെ, കഴിഞ്ഞിട്ടില്ല. ഞാൻ ബാങ്ക് കയറി തടി തപ്പി. മർജൻ കണ്ടില്ല, മാണോ മാണ്ടേ ചേട്ട് നടക്കാണ്. കാക്കവിടെ കയറാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. ആള് കയറാനോ? ഒരു ഡെഡ് ബോഡി ഉണ്ട് ഇവിടെ. നിങ്ങൾ എന്ത് ഡിസ്റ്റർബ്? നിങ്ങൾ നടക്കേണ്ട ആൾക്കാരല്ലേ, സ്ട്രെങ്ത് ഉള്ള ആൾക്കാരല്ലേ നിങ്ങൾ രണ്ടാളും. വാട്ട് ഈസ് പ്രോബ്ലം? കടുവേ അയിനാ കുപ്പായ ഉരിക്കണ്. കടുവേ എന്തെങ്കിലൊക്കെ പറയാം. കടുവന്റെ കാൽപാദം. എക്സാമിൻ നടത്തുകയാണ് മിസ്റ്റർ മർജാൻ മുഹമ്മദ്. ആണാ? ഫോട്ടോ എടുക്കണ്ട, ആർക്ക് കാണിച്ചു കൊടുക്കാനാ? പോയി മനസ്സാ, നേരല്ല.
തീ പിടിക്കാതിരിക്കാൻ ചുള്ളലുകൾ വെട്ടാനുള്ള പെർമിഷൻ കൊടുക്കും. ജെസ്സി ഇവിടെ തള്ളുന്നുണ്ട്. ഒരേറ്റ തള്ളല വണ്ടി ഓഫ് റോഡ് കയറാൻ വേണ്ടിട്ട് ജെസ്സിയും തള്ളി മറിക്കുകയാണ്. ഓഫ് റോഡ് മാരക ഓഫ് റോഡ് കേട്ടോ, എത്രങ്ങാനായി പോണവര്. ഓ കട്ട ഓഫ് റോഡാണ്, പെരുങ്കട്ട ഓഫ് റോഡ്. ഇത് ഉടുക്കണ പഠിച്ചോനെ, കല്ലും മുട്ടിയും കഴിഞ്ഞു, ഇനി ആകെ കാടായല്ലോ. ഇത് ഏത് റിസോർട്ടിലേക്കാണ് പോണത്? ലോ ആണ് നമ്മൾ കൊടുക്കണ്ട. നിങ്ങളെ സൈഡ് കൂട്ടിക്കോ. കാറ്റ് കൂടിയൊക്കെയാണ് പോണത്. റിസോർട്ടൊന്നും കാണുന്നില്ല ചേട്ടാ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാല് ഇത് ഇപ്പഴത്തൊന്നും തീരും തോന്നുന്നില്ല ചേട്ടാ. കടുത്ത ഓഫ് റോഡിലേക്ക് വീണ്ടും കടന്നു. ഓരോ ടെറയും മാറുമ്പോഴും നമ്മുടെ എന്താ പറയാ, ഇതിന്റെ ദുരിതങ്ങൾ കൂടി വരികയാണ്, അറിയില്ല, ബുദ്ധിമുട്ട്. കണ്ടില്ലേ, ഇനി കേറാണ്. ആ സാധുക്കൾ ആകെ കുടുങ്ങിക്കണട്ടാ. മാനക്കേടോണ്ട് മുണ്ടാതിരിക്കുകയാണ്. ഏത് വണ്ടി കയറാത്തത് എന്താ, നമ്മളെന്താ വിചാരിക്കാച്ചിട്ട്. അതാ പോണ് ആക്ഷൻ അങ്ങനെ ആട്ടി. ഞങ്ങൾ പ്രോ ഡ്രൈവറാട്ടാ, നോർത്ത് ഇന്ത്യൻ. കണ്ണാട കുളിമേസ് വെച്ചിക്കണേ. ഞാൻ പുറത്തിറങ്ങി. മാരക സ്ഥലം കേട്ടോ, സീനറി എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. ഓ, തങ്ങളുടെ അപാരമായ ഡ്രൈവിങ്. ഓഫ് റോഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഡ്രൈവിങ് മേക്കായില്ലെങ്കിലേ നമ്മൾ കയ്യിൽ നിന്ന് പോവും. ഷോ കമോൺ ഇവിടെ ആ കല്ല് മുട്ടിയാളോ. അയ്യവാ, ഓ സീനറി നോക്കിയാളെ, പുല്ലിൻ്റെ അടിയിൽ കൂടി വരുന്ന വണ്ടി. ക്ലിയർ ബ്ലൂ സ്കൈ. പൊളിച്ച് എൻ്റെ മോനെ, സ്ഥലം രക്ഷയില്ല കേട്ടോ, പൊളി വൈബ്. ബേബി സ്ഥലം പൊളിച്ച്. നിങ്ങൾ ബോഡി ബിൽഡറാ? ബോഡി ബിൽഡർ ആരെ? ആ വണ്ടി എത്തി ഗൈസ്, ഫൈനലി എത്തി. ഓ നടന്നേ സംഭവം നല്ല അടിപൊളി ഏരിയ കേട്ടാ. നമ്മളെ കാക്കാൻ്റെ സജഷനാണ്. എമറാൾഡ് ഫൈസൽ ഖാൻ്റെ ബ്ലംഗ്ലാവ്, ചങ്ങിൻ്റെ കാക്കാൻ്റെ ചങ്ങിൻ്റെ ബ്ലംഗ്ലാവാണിത്. ചെമ്പ്ര പീക്കിലുള്ള. ഇതിനെന്താ പേര്? നിങ്ങളെന്താ ഗൂഗിളിൽ അടിച്ചിരുന്നല്ലോ? മൊണ്ടാനെ. ആ മൊണ്ടാന. ഞാനെന്തോ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അടണ്ടി വരും. അതാദ്യം നടന്നിക്കണ്. നല്ല രസമുള്ള ഏരിയ കേട്ടാ. ഇവിടെ കുറച്ച് വെള്ളം കൂടി വേണം. ചെമ്പ്ര മൊണ്ടാന കേട്ടാ, ചെമ്പ്ര മൊണ്ടാന. നാച്ചുറലി നന്ന് ആർട്ടിഫിഷ്യലാക്കി. ഇതിപ്പോഴും നാച്ചുറൽ തന്നെയാണ്. ആ വെള്ളം നേരെ ഇതില് വെള്ളം നേരെ ഇതിൽ ചാടും, ഇങ്ങോട്ട് ഒഴിക്കും. ഇതിന്ന് പിന്നെ ഇങ്ങനെ. ഓ അങ്ങനല്ലേ, അപ്പൊ ഇതൊരു നാച്ചുറൽ പൂളാക്കി. മാരക ഐഡിയ കേട്ടാ. നല്ല തണുപ്പുണ്ടാവും, കെമിക്കലാക്കേണ്ട ആവശ്യമില്ല, ഫ്ലോയും ഉണ്ടാവും, കെട്ടിക്കെടുക്കില്ല. ഐഡിയാസ് ഇങ്ങനെ വരണം. എന്താ ഇവിടെ കൂടി ഫ്ലോ ചെയ്ത് പോകും. ഇപ്പോൾ ഈ ഏരിയ അടിപൊളിയായിട്ടാ ഉണ്ടാക്കി വരുന്നുള്ളൂ. പൊളിച്ച് നല്ല കിടിലം ക്യൂട്ടായിട്ടുള്ള ആംബിയൻസ് ഒക്കെ രക്ഷയില്ല. ഇത് മിക്കവാറും കൺഫേം ആവും. ഞങ്ങളെ പിന്നെ ഇവിടുന്ന് ഇറങ്ങാണ് 900 കണ്ടി ഫോർച്യൂണർ ഇട്ട് കയറാൻ പറ്റുമോ? മുബാറക്കാണ്. പിന്നെ എവിടെ ആരുള്ളത്? മുബാറക്കാണ്. അല്ല ഞങ്ങക്ക് ഒരു 9 ആൾക്ക് ഭക്ഷണം കിട്ടുമെന്ന് എന്താ വെച്ചാൽ കൊടുക്കാന്. ആ അവിടെ രാത്രി ഉള്ളല്ലോ അല്ലേ? ഫുഡ് വാങ്ങാൻ റൂമ് നിസ്കരിക്കാനൊക്കെ ഉണ്ട്. ഇറങ്ങും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. ഡ്രൈവർ കാക്ക ഡ്രൈവർ മാറിയിരിക്കണ കേട്ടോ.
ഇത്തവണ കാക്കയാണ് തകർക്കും. ബാക്കി എല്ലാരും നടത്തിച്ചാണ്. ബാക്ക് ആടാതെ കണ്ടിട്ടാണ് തിരിച്ച് ഇറങ്ങുമ്പോഴുള്ള സീനാട്ടാ. നല്ല ചൂട് ഇട്ടിട്ടില്ല ഇതുവരെ പോയി. ആവും വെയിലും നല്ലോണം കുത്തുന്നുണ്ട്. നേരെ 3 മണി. ഉച്ചക്കുള്ള ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. പോത്തും കാല് പോയിട്ട് കോഴിക്കാലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ മുട്ടിലുള്ള കോപ്പർ കിച്ചൺ വിശന്നൊരു പരിവായിട്ട് 4 മണിയായി. എല്ലാവരും കൂടി പാഞ്ഞ് കയറിയിരിക്കണ്. എന്താവുന്നാവും കോപ്പർ കിച്ചൺ. കളർഫുൾ മെനു കേട്ടോ. സ്റ്റാർട്ടർ ബട്ടർമെലൺ എല്ലാവരും പായിച്ചിട്ട് പിരാന്തായി നിൽക്കണം. മുഖത്തൊക്കെ നോക്കിയാൽ അറിയാം. ഓഫ് റോഡിൻ്റെ ഒക്കെ പൂതിയാണ് തീർന്നിക്കണം. നിങ്ങളാ ബിരിയാണിയാ? തമിഴ് കല്യാണ ബിരിയാണി ആകെ അടികാരം ഇവിടെ. എന്താ അതിനാടോ ഇതില്ലല്ലോ. അയാൾ ഇട്ടരാനുള്ളൊരു ഇത് കൊടുക്കണ്ടേ? തമിഴ് കല്യാണ ബിരിയാണി. കല്യാണ ബിരിയാണി നല്ല സമയം. തമിഴ് കല്യാണം. அப்ப தமிழ் தான் பேசணும் இந்த பிரியாணி சாப்பிடும்போது. இந்த ஆத்மி என்ன பண்ணிட்டு இருக்கு டேய் மச்சி? തന്തൂർ റൊട്ടി, ഒമോസ്. ആഹാ തന്തൂരി SP ആണ്. SP ആണല്ലോ. എവിടെയോ ഒരു ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് വന്നു പോയി. പോരാ നാട്ടില്ല. ബിരിയാണിയൊക്കെ കുതാ ഹവായിട്ടാ. സൂപ്പർ ബിരിയാണി, സൂപ്പർ. എന്താണ് ഈ വേണ്ടി കണ്ട ബിരിയാണി വീണ്ടും ഓർഡർ ചെയ്തിരുന്നു. ഗുലാബ് ജാമുനൊക്കെ കഴിഞ്ഞു. വീഡിയോ എടുക്കാനൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. നമ്മള് റെഡ് വെൽവെറ്റ് സുണ്ടൈ മറ്റോ പറഞ്ഞ മാതിരി ഫേസ്ബുക്കിൽ എൻ്റെ മുതൽ ഫ്രണ്ട് അയച്ചെന്നോട്. എൻ്റെ കുടുംബക്കാർ മുതൽ ഫ്രണ്ട്. കമോൺ കമോൺ. ഞങ്ങൾ ഒരാൾ എസ്കേപ്പ് ചെയ്യാൻ പോണേ. ആ വണ്ടിന്റെ ബാക്ക് ഡോർ അടഞ്ഞിട്ടില്ല. ഹലോ, ഇവിടെ ഫോൺ ചെയ്യണതാ. നിങ്ങള് 2700 എന്നുള്ള വണ്ടിയില്ല നമ്പർ 2700 നമ്പറില്ലേ 39C. അതിന് നമ്പർ ഉണ്ട്. ആ വണ്ടിയുടെ ബാക്ക് ഡോർ അടഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ട്. ആ ബാക്ക് ഡോർ. ആ ഇയാളെ സൈഡാക്കി അടിച്ചാളി. ഞങ്ങളാണ് ഞങ്ങളല്ലേ ഹെൽപ്പിങ്ങിന് റെസ്ക്യൂ ടീമിലെ മുത്ത് മാണിക്ക കല്ലാണ് ഞങ്ങളെ. ആരാ വിമാനം കോയാമോ? ഞാൻ ബോഡ്കാതായി പാൻ കുളിച്ചു. കോയാമോണ് സങ്കടം ഉണ്ട്. കോയാമോന് അറിയാം. ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. ഹലോ കോയാമോ അറിയോ? ഇന്ന് 2 വണ്ടിക്ക് ആളുണ്ട് എന്നുള്ള ഈ റോഡ് ഇങ്ങനത്തെ തൊടാൻ പറ്റില്ല. പണിവീരൻ സോട്ട ക്രേസോ അറിയില്ല. രാജിരാജിക്ക് മുണ്ടായിരിക്കല്ലേ അല്ല കഴിക്കുന്നവർക്ക് ഉത്തേജന ഉറപ്പ്. ഒന്നും കൂടി മർജാനോട് ചോദിച്ചോക്കെ ഉണ്ട് ഒരു മനുഷ്യന്. ഓരോരുത്തർക്കും ഒരു ഉത്തേജന ശക്തി ഉണ്ടോ? അങ്ങനല്ല. എട്ടര കാക്കാന്റെ പ്രോട്ടീൻ ടൈം. കാക്കാന്ന് പറഞ്ഞ പ്രോട്ടീൻ വിട്ടുള്ളൊരു കളിയില്ല. വീക്കു കലക്കി കൊടുക്കണതോ പകുതി ഉണ്ടോ? പാർട്ണർഷിപ്പ് ഉണ്ടോ? ഏയ് ആരത്? അങ്ങനെ ചന്ദ്രേട്ടന്റെ ചായക്കട പാർക്കിംഗ്. സമയം 10 മണി. നമ്മളെ IBGന്റെ നമ്പർ 1 വണ്ടി അവിടെ ഉണ്ട്. അപ്പൊ IBG നമ്മൾ ആ വണ്ടിയിലേക്ക് തട്ടുകയാണ്. ഓക്കെ കാക്ക പോകണ്ടപ്പം. ഏയ് കാക്ക സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണ്ടാ. ആ ഓർബിറ്റ് ഉണ്ടാവും. ഞങ്ങളെ പോളെ കേട്ടാ. ഫുഡ് വേണ്ടേ? കളഞ്ഞ പച്ച അവക്കാടൊന്ന് നോക്കി ഒരു മനുഷ്യൻ
11 മണിക്ക് പച്ച അവക്കാടോ. ഞങ്ങൾ വീണ്ടും സുരേഷ് കൂൾബാർ കേട്ടാ. ഇവിടെ സുരേഷ് കൂൾബാർ. ആ ഇക്ക് നൂറല്ലേ? ആ ഇന്റെ നൂറ. എനിക്ക് നൂറ. ഇതെല്ലാം ഒരേ മാതിരിയുള്ള ഇത് നൂറ. ഇത് എനിക്കിന്ന് നൂറ. ജസീം ഇന്ന് ഫസ്റ്റ് ആയിട്ട് അബൂദ. എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഞാൻ അവക്കാട് അവക്കാഡോ. ദിസ് ഈസ് നൂറ. ഇതിന് 90. അപ്പോ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ ഈ വണ്ടിയിലേക്ക് മാറി കാക്കാന്റെ കൂടെ. നേരം 11:30 മണി. ഞങ്ങൾ ആംസ്ഫിറ്റ് ജിമ്മിന്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ്. ഇതൊരു വണ്ടി അതാ വിത്ത് ലൈറ്റ്. ഇവിടെ എല്ലാ രാത്രിയും വണ്ടികളുണ്ടല്ല. മറ്റേ ആളാണ് ആ മുടിവാലിനല്ലേ. അപ്പൊ വൈൻഡപ്പ് ചെയ്യട്ടാ. ഇതോടുകൂടി ആംസ്ഫിറ്റിന്റെ ട്രിപ്പ് തീരുമാനമില്ല കാക്ക. ഉറക്കൊന്നുമില്ലേ? ആകോയ് തീരുമാനമില്ല. ഇനി ട്രിപ്പ് വയനാടല്ല. ഇനി ദുബായ്. ഇനി ദുബായ് അല്ല. കമ്മിറ്റി ട്രിപ്പ് കൺഫേം ആയില്ല. കമ്മിറ്റി സ്ഥലം കൺഫേം ആയി. ഓക്കെ അപ്പൊ ശുക്രിയ. ബൈ. ഇനി ഇല്ലെങ്കിലും ട്രിപ്പ് ഇല്ല. ആണ് പോയത് സ്ഥലത്ത്. ഓക്കെ അഥവാ ട്രിപ്പ് ഉണ്ടെങ്കിലും ഞാൻ ഇല്ല. ഓക്കെ.